ഇന്ന് ഡിസംബർ 7 കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. കൃപാസനത്തിൽ ഡിസംബർ 7 2:30 മണിക്ക് ഒരാരാധന മധ്യയിൽ ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ട ദിവസം. എല്ലാ കൊല്ലത്തേക്കാളും ഇന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു. കൃപാസനത്തിൽ അൽത്താരയിൽ ഉടമ്പടി എടുക്കാത്തവർക്ക് എല്ലാവർക്കും അമ്മയെ നേരിട്ട് വന്ന് തൊട്ട് പ്രാർത്ഥിക്കാനും അമ്മയെ നേരിട്ട് കാണാനുള്ള അവസരം അച്ഛൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കൃപാസനത്തിൽ അൽത്താരയിൽ കയറി അമ്മയെ കാണാനുള്ള അവസരത്തിൽ ജനങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ നിയമങ്ങൾ ഒന്നും കൂടെ അമ്മയോട് നേരിട്ട് പറയാനുള്ള അവസരമാണ് അച്ഛൻ ഒരുക്കിയിരിക്കുന്നത്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനും നിയമങ്ങൾ സമർപ്പിക്കാനും. വെളുപ്പിന് മുതൽ അച്ഛൻ അൽത്താര തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത്. 8 മണി നിൽക്കാൻ തുടങ്ങിയതാണ്. ഭയങ്കര ചൂട് വെയിൽ, എങ്കിലും അമ്മേനെ ഒന്ന് കണ്ടാൽ മതി എന്ന പ്രാർത്ഥനയോടെയാണ് ആൾക്കാർ നിൽക്കുന്നത്. ജപമാല ചൊല്ലിയുമാണ് അമ്മയുടെ അടുത്തേക്ക് നീങ്ങുന്നത്. ഓരോ നിയമങ്ങളും അമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ നേരിട്ട് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമായതുകൊണ്ട് ധാരാളം ആളുകളാണ് വന്ന്. പലരും നിന്ന് തളർന്നായിരുന്നുണ്ട്. എന്നിട്ടും ഒരമ്മ നേരെ നിന്നാലും അമ്മേനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും. അങ്ങനെ കൃപാസനത്തിൻ്റെ മുന്നിലെത്തി. ഭയങ്കര തിരക്കാണ്. അവിടുന്ന് 2 നിലയായിട്ടാണ് ഇവിടുന്ന് ജപമാല കൈ പിടിച്ച് കൊന്തകൾ ചൊല്ലിയാണ് ഞാനും മുന്നോട്ട് നീങ്ങുന്നത്. അമ്മയെ അടുത്തെത്തിയ സന്തോഷത്തിലാണ് ഞാൻ. ഇന്നത്തെ ദിവസം വലിയ ഭാഗ്യയുടെ ദിവസമായിട്ട് കരുതുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൽ അമ്മയുടെ അൽത്താരയിൽ വന്ന് അമ്മേനെ തൊട്ട് പ്രാർത്ഥിക്കാൻ കിട്ടിയ വലിയ അവസരം അമ്മയെ ഒരുക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ 4 നിയമങ്ങളുമായിട്ടാണ് ഞാൻ അമ്മയെ കാണാൻ വന്നത്. അങ്ങനെ അമ്മയെ 4 നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോനെ അമ്മേനെ മുത്തി പുറത്തേക്ക് പോകുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ ബോധ്യത്തിൽ സന്തോഷമായി എനിക്ക്. പിന്നെ അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു. ഞാൻ നേർച്ചക്കഞ്ഞി കുടിച്ചു. രാവിലെ 8 മണിയാകുമ്പോൾ കാണുന്നതാണ്. 1 മണിയായി അമ്മേനെ കണ്ടപ്പോൾ. അങ്ങനെ 2:30 മണിക്ക് ആരാധന ഉള്ള കാരണം ആരാധന കൂടാനായിട്ട് നമ്മൾ ചാപ്പലിലേക്ക് പോയി. അച്ഛൻ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മരങ്ങളൊന്നും വെട്ടിക്കളയാതെ തന്നെ സംരക്ഷിക്കാൻ അച്ഛൻ പ്രത്യേകം പരിപാലിക്കുന്നുണ്ട് മരങ്ങളെ. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ഈ